ഹലോ, അപ്പോൾ നമുക്ക് നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയുടെ ഡേ 1 ആണേ. അപ്പോൾ നമ്മുടെ നേരത്തെ കറൻ്റ്ലി വെയിറ്റ് വരുന്നത് 65 ആയിരുന്നു. ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം നമ്മൾ 26 kg ആണ് ഗെയിൻ ആയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഈ മുട്ടുവേദന, ഇടുപ്പ് വേദന, ഷോൾഡർ പെയിൻ, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി കറക്റ്റ് പ്രോപ്പറായിട്ട് ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് നമ്മുടെ കറൻ്റ്ലി വെയിറ്റിലേക്ക് എത്താമെന്നാണ് ചെറിയൊരു തീരുമാനം. അപ്പോൾ നമുക്ക് നമ്മുടെ വെയിറ്റ് ഇപ്പോൾ നോക്കാം. അപ്പോൾ നമ്മുടെ കറൻ്റ്ലി വെയിറ്റ് വന്നിട്ട് 91.75 ആണ്. അപ്പോൾ നമ്മൾ മോർണിംഗ് തന്നെ എണിച്ച് നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ പഴയ വെയിറ്റിലേക്ക് എത്താൻ വേണ്ടി കുറച്ച് അധികം കഷ്ടപ്പെടേണ്ടി വരും. പക്ഷെ കഷ്ടപ്പെടാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളിവിടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ചെറുപയർ മുളപ്പിച്ചതും ക്യാരറ്റും കുക്കുംബറും സ്വീറ്റ് പൊട്ടാറ്റോയും ഒരു ഹാഫ് ബോയിൽഡ് എഗ്ഗും ആണ്. പിന്നെ നമ്മളിവിടെ ലഞ്ചിന് എടുത്തിരിക്കുന്നത് നോൺ വെജ് സലാഡാണ്. എയർ ഫ്രയറിൽ ഓയിലൊന്നും ചേർക്കാതെ ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം, ക്യാബേജ്, ക്യാരറ്റ്, കുക്കുംബർ, ലെറ്റ്യൂസ്, അത്ര വെജിറ്റബിളാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഹാഫ് ബോയിൽ എഗ്ഗ് എടുത്തിട്ടുണ്ട്. പിന്നെ ഓയിൽ ചേർക്കാത്ത മയോണൈസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ബോയിൽഡ് എഗ്ഗും വറ്റൽമുളകും വെളുത്തുള്ളിയും ചേർത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈവനിങ് വർക്കൗട്ടിന് മുന്നായിട്ട് ഞാനിവിടെ ഒരു ചോളവും എൻ്റെ റോബസ്റ്റ് പഴം ഇല്ലാത്തതുകൊണ്ട് നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈവനിങ് സ്നാക്കായിട്ട് ഞാൻ കഴിച്ചത്. അതിനുശേഷം നമ്മൾ ജിമ്മിൽ പോയിട്ട് 1 hour വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ തൊട്ട് വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഡിന്നറായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 2 ചപ്പാത്തിയും ചിക്കനും ക്യാരറ്റും കുക്കുംബറും പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് എടുത്ത മയോണൈസ് തന്നെയാണ്. അപ്പം ഞാനിന്ന് 3 ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 7:30 എൻ്റെ ഡിന്നർ ഇന്ന് അവസാനിപ്പിച്ചു. അപ്പോൾ ഡേ 1 സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഡേ 2 ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.